ആദരണീയ അധ്യക്ഷൻ ജില്ലാ വ്യവസ്ഥാ പ്രമുഖ ശ്രീ രവിചേട്ടൻ, ശ്രീ ഹരിപ്രസാദ് ജി, ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ മുരളീധരൻ, ശ്രീ അശോക് ജി, മറ്റ് ആദരണീയരായ കാര്യകർത്താക്കളെ, സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. ഇവിടെ നേരത്തെ സംസാരിച്ച ശ്രീ ഹരിപ്രസാദ് ജി വളരെ ആധികാരികമായി തന്നെ ഒരു ദശകത്തിലധികമായി നമ്മുടെ രാഷ്ട്രം ചിട്ടയായ, ആസൂത്രിതമായ, സംഘടിതമായ ദൗത്യബോധത്തോടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏതേത് രംഗങ്ങളിലൊക്കെയാണ് മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചത് എന്നതിൻ്റെ ഒരു രേഖാചിത്രം അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹത്തിനനുസരിച്ച് അതിശക്തമായ ഒരു സാമ്പത്തിക ശക്തിയായി ദീർഘകാല ആസൂത്രണത്തിൻ്റെയും ഭാവാത്മകമായ നയങ്ങളുടെയും ആത്മസമർപ്പണബദ്ധമായ പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്യസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേവലം തെരഞ്ഞെടുപ്പ് ദിവസത്തെ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ മുകളിലുള്ള ഒരു വിരലമർത്തൽ മാത്രമല്ല. അതിനപ്പുറം നമ്മുടെ ഓരോരുത്തരുടെയും വൈയക്തിക ജീവിതത്തെ, കൗടുംബിക ജീവിതത്തെ, രാഷ്ട്ര ജീവിതത്തെ, ലോക ജീവിതത്തെ ആമൂലാഗ്രം സമഗ്രമായി ബാധിക്കുന്ന ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ ലാഘവത്തോടു കൂടിയല്ല അതിനെ സമീപിക്കേണ്ടത്, അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെയാണ്. ഏതെങ്കിലും ആൾക്ക് അധികാരത്തിലേറാൻ വേണ്ടിയോ ഇറക്കാൻ വേണ്ടിയോ, ആരെങ്കിലും MP ആക്കാനോ അല്ലാതെയോ, ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കിടമത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരവസരം എന്നതിലുപരിയായി നമ്മുടെ രാഷ്ട്ര ജീവിതത്തെ സമ്പൂർണമായി സ്വാധീനിക്കുന്ന ഒന്ന് എന്ന നിലക്കാണ് നമ്മളതിനെ കണക്കാക്കുന്നത്, കാണുന്നത്. തീർച്ചയായും 10 വർഷമായി നമ്മുടെ രാഷ്ട്രം അതിൻ്റെ ആത്മവത്തയെ ആവിഷ്കരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ ധീര നേതാക്കളെല്ലാം കണ്ട ഒരു സ്വപ്നമുണ്ട്. അവരുടെ ജീവൻ ബലിയർപ്പിക്കുന്ന സമയത്ത് പുഞ്ചിരി തൂകി ഇഞ്ചിഞ്ചായി മരിക്കുന്ന സന്ദർഭത്തിൽ തൂക്കുമരത്തിൽ തൻകളനാളം തൻകയ്യാലെ ചേർത്തുകൊണ്ട് കണ്ട ഒരു നിണസ്വപ്നമുണ്ട്. അത് ഈ നമ്മുടെ രാഷ്ട്രത്തെ സ്വതന്ത്രയാക്കണം, രാഷ്ട്രത്തെ സ്വാശ്രയത്വത്തിലെത്തിക്കണം, സ്വാഭിമാന ബോധത്തിലേക്ക് ഉയർത്തണം എന്നതൊക്കെയായിരുന്നു. മറ്റു രാജ്യങ്ങളുടെ നയങ്ങളുടെ കാർബൺ കോപ്പിയാക്കി അതിൻ്റെ അടിമകളാക്കി മാറ്റുന്ന ഒരു വ്യവസ്ഥയല്ല അവർ സ്വപ്നം കണ്ടതും അവർ കാക്ഷിച്ചതും. ആ നിലക്കുള്ള ഒരു മുന്നേറ്റമായിരുന്നു നമ്മുടെ നാട് നടത്തേണ്ടിയിരുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ സാമ്പത്തിക രംഗത്ത് റഷ്യയുടെ പഞ്ചവത്സര പദ്ധതി കോപ്പിയടിച്ച് ഓരോ രാജ്യത്ത് ഫലപ്രദമാകുന്ന നയങ്ങൾ എല്ലാ രാജ്യത്തും ഫലപ്രദമാകണമെന്നില്ല. പഞ്ചവത്സര പദ്ധതിയുടെ ആത്യന്തിക പര്യവസാനം എന്നുള്ളതൊക്കെ സോവിയറ്റ് യൂണിയൻ തന്നെ തകർന്ന് തരിപ്പണമായി നമ്മൾ കണ്ടു. ഭാഗ്യവശാൽ നമ്മുടെ രാജ്യം തരിപ്പണമാകാതെ നിൽക്കുന്നത് ആ നയം മാറ്റിയതുകൊണ്ടാണ്. ഇന്നിപ്പോൾ നമ്മുടെ രാഷ്ട്രം കരുത്തുറ്റൊരു ശക്തിയായി മാറുകയാണ്. 2 വർഷം മുമ്പ് നമ്മൾ ബ്രിട്ടനെയാണ് പിന്തള്ളിയത്. നമ്മൾ ആലോചിക്കേണ്ടത് 75 വർഷം മുമ്പ് നമ്മളെ രണ്ടാക്കി പിളർത്തിയിട്ട് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതി മതപരമായി തമ്മിലടിപ്പിക്കാനുള്ള എല്ലാ അവസരവും അവശേഷിപ്പിച്ചാണ്
നമ്മുടെ ഭൗതിക സമ്പത്ത് മുഴുവനും ഊറ്റിക്കുടിച്ച ബ്രിട്ടന്റെ വ്യാളി ഈ നാട് വിട്ടുപോയത്. അന്നവർ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ തകർത്തെറിഞ്ഞു എന്ന് കരുതി അവർ പോയതിനു ശേഷം നമ്മുടെ നാടിപ്പോൾ അവരെയും പിന്തള്ളി മുന്നോട്ട് പോയിരിക്കുകയാണ്. കാരണം അത്തരം ആന്തരിക ബലം ഈ നാട്ടിലുണ്ട്, അത്തരം കരുത്ത് ഈ നാടിനുണ്ട്, വമ്പിച്ച യുവജന ശക്തിയുണ്ട്, തൊഴിൽ വൈദഗ്ധ്യമുള്ള ജനതയുണ്ട്, ഭൗതിക സമ്പത്ത് ആവോളമുണ്ട്, പ്രകൃതി സമ്പത്ത് കനിഞ്ഞനുഗ്രഹിച്ചത് ഇഷ്ടം പോലെയുണ്ട്. ഇല്ലാതിരുന്നത് ഭാവനയാണ്, രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഭരണകൂടത്തിന്റെ അഭാവമാണ്, രാഷ്ട്ര വൈഭവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയാണ്. അതുള്ള ആളുകൾ വന്നപ്പോഴാണ് ഈ മാറ്റം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഇത് തുടരണോ അല്ലെ പഴയതുപോലെ ആകണോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. പഴയ അവസ്ഥയിലും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ നാട് പിച്ചതട്ടിയുമായി ലോകത്തിന് IMF-ന്റെയും ലോകബാങ്കിന്റെയും മുമ്പിൽ കടത്തിന് കാത്തു നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ കരുതൽ ശേഖരമായ സ്വർണം ഇതുപോലൊരു ഇന്ത്യ മുന്നണിയുടെ നേതാവായിരുന്ന ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ആ സ്വർണം വിദേശ രാജ്യത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ട് കിട്ടിയതുകൊണ്ട് ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്ത ഒരു കെട്ടകാലം ഈ നാടിനുണ്ടായിരുന്നു. അത്തരം ദുരന്തപൂർണമായ ഭൂതകാലത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്നിപ്പോൾ നമ്മുടെ നാട് ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത് നിലനിൽക്കണോ, ഇവിടെ നിന്ന് മുന്നോട്ട് പോകണോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും ഒരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് നമ്മുടെ നിലവിലുള്ള ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. അക്കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പാകുമ്പോഴത്തേക്ക് ജനങ്ങൾ വിധിയെഴുതി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഭാവാത്മകമായ വശം. ഒരു പ്രതിപക്ഷമുണ്ട്, അവർ 28 പാർട്ടികൾ ചേർന്ന ഒരു മുന്നണിയാണ്. 28 പാർട്ടി ആയതുകൊണ്ട് വലിയ ശക്തിയാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ രാഷ്ട്രീയത്തിൽ 2 4 പലപ്പോഴും 3 പോലുമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവരുടെ പ്രശ്നം അവരുടെ തമ്മിലടിയാണ്. ഈ പാർട്ടികളിലെ എല്ലാ നേതാക്കന്മാർക്കും പ്രധാനമന്ത്രിയാണ്. ദൗർഭാഗ്യവശാൽ ഒരു പ്രധാനമന്ത്രി കസേര മാത്രമേ ഉള്ളൂ. മമതാ ബാനർജിക്ക് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയാൻ ആഗ്രഹിച്ച ഒരാളിപ്പോൾ ജയിലിൽ കിടക്കുകയാണ്, അരവിന്ദ് കെജ്രിവാൾ. രാഹുൽ ഗാന്ധി വളരെ കാലമായി ഭാവി പ്രധാനമന്ത്രിയായി അങ്ങനെ വാണൊരുളിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാണ്. അഖിലേഷ് യാദവിന് പ്രധാനമന്ത്രിയാണ്. പിന്നെ ഒരുപാട് ആളുകളുണ്ട്. അവസാനം അവർ എടുത്ത തീരുമാനം പുറത്ത് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഓരോ ദിവസം ഓരോ ആൾ പ്രധാനമന്ത്രിയാവുക എന്നൊരു തീരുമാനമാണ് എടുത്തത് എന്നാണ് കേട്ടത്. തിങ്കളാഴ്ച ഒരാൾ, ചൊവ്വാഴ്ച ഒരാൾ, ഞായറാഴ്ച അവധി ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ള കൂട്ടരുടെ കയ്യിലേക്ക് ഈ നാടിൻ്റെ ഭരണം ഏൽപ്പിച്ചു കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് തിരിച്ചറിഞ്ഞ ജനത നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആരധികാരത്തിൽ വരണം. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആരോട് ചോദിച്ചാലും ആരാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അധികാരത്തിൽ വരികയെന്ന് വെച്ചാൽ ഇപ്പോൾ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് ചോദിച്ചാൽ, നിങ്ങൾ സ്വകാര്യമായിട്ട് ചോദിക്കണമെന്നേ സുനിൽകുമാറിനോട് ചോദിച്ചാലും സുനിൽകുമാറും പറയും അത് നരേന്ദ്രമോദി തന്നെയാണ് അധികാരത്തിൽ വരിക. മുരളീധരനോട് ചോദിച്ചാലും മുരളീധരൻ മൈക്കിന് മുമ്പിൽ പറയുന്നത് വേറെ, സത്യം വേറെ, നരേന്ദ്രമോദി തന്നെയാണ് വരിക എന്നാണ് പറയുക. ശശി തരൂരൊക്കെ അത് പരസ്യമായിട്ട് തന്നെ പറയുന്നു. അപ്പം അതുകൊണ്ട് തർക്കം ഇപ്പോൾ 400 കിട്ടുമോ എന്ന കാര്യത്തിലാണ് തർക്കമുള്ളത്. ചിലർ പറയുന്നത് 390 രൂപ കിട്ടും, 375 കിട്ടും എന്നുള്ള കാര്യത്തിൽ ചില ആൾ പറയുന്നുണ്ട്. അങ്ങനെ തർക്കമുള്ളൂ, അല്ലാണ്ട് ഭരണം കിട്ടുമോ കിട്ടൂല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് വളരെ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. തങ്ങളുടെ വിവേചനാധികാരം ബുദ്ധിപൂർവകമായി തിരഞ്ഞെടുക്കാനുള്ള ഒരു ജനതയുടെ നിർണായകമായ തീരുമാനത്തിൻ്റെ പരസ്യ പ്രഖ്യാപനമാണ് ഇത്. അത് നൽകുന്ന ആത്മവിശ്വാസം കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിൽ യോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ജൂൺ 4-ന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്യുന്ന സർക്കാർ 100 ദിവസത്തിന് ശേഷം എടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അപാരമായ കോൺഫിഡൻസോടു കൂടിയാണ് അവിടെ ഡൽഹിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുമ്പും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടവർക്കറിയാം, ഇവിടെ വീടുകളിൽ പോകുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ഒരു ന്യായമായ ചോദ്യമുണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് തല കുനിച്ചു പോകുന്ന ഒരു ചോദ്യമായിരുന്നു, നിങ്ങൾക്ക് വോട്ട് തരാം, നിങ്ങൾ ജയിക്കുമോ എന്ന്. അപ്പോൾ നമ്മുടെ ആളുകൾ ചില മുട്ടാപ്പൊക്കി ന്യായങ്ങളൊക്കെ പറഞ്ഞ്, പക്ഷെ പറയുന്നവർക്കും അറിയാം ആ ചോദ്യം ന്യായമായൊരു ചോദ്യമാണ് എന്ന്. അപ്പോൾ പിന്നെ അങ്ങനെയായിരുന്നു അവസ്ഥ. പക്ഷേ ഏതായാലും ഞാനിന്ന് 5-6 യോഗങ്ങളിൽ പങ്കെടുത്താണ് ഇവിടെ വരുന്നത്. അവിടങ്ങളിൽ നിന്നെല്ലാം കിട്ടിയ ഒരു ഫീഡ്ബാക്ക് വെച്ച് പറയുകയാണ്, ഈ തവണ അങ്ങനെയൊരു ചോദ്യം ഇല്ല, ആദ്യമായി. പക്ഷെ ചിലരിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ല, സുരേഷ് ഗോപി ജയിക്കൂലേ എന്ന ഉത്കണ്ഠയോടുകൂടിയുള്ള, വ്യാകുലതയോടുകൂടിയുള്ള, അല്പ ആകുലത കലർന്ന ഒരു ചോദ്യമാണ് ഉള്ളത്. ജയിക്കണം എന്നുള്ള നല്ല ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അവർ ആ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അല്ല ജയിക്കും എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് ആശ്വാസം, വിശ്വാസം ഇങ്ങനെ പടരുന്നത് കണ്ണാലെ കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ നിശ്ചയമായും ഈ നിലയിലുള്ള ഒരു അന്തരീക്ഷം ഇവിടെ സംജാതമായിട്ടുണ്ട്. ഇത് വളരെ ഭാവാത്മകമായൊരു അന്തരീക്ഷമാണ് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ സംശയമില്ല. തൃശ്ശൂർ കേരളത്തിൻ്റെ ഒത്ത മധ്യത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് വടക്കോട്ടേക്കും തെക്കോട്ടൊക്കെ ഏകദേശം തുല്യ ദൂരമാണ്. ഇവിടെ ഒരു മാറ്റം വന്നാൽ കൃത്യമായ ഒരു പരിവർത്തനം ഈ ഭാർഗവ കേരളത്തിലെമ്പാടും ചടുതിയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് നിങ്ങളിവിടെ ഇരിക്കുന്നവർ, നിങ്ങൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലോ അർഹതയിലുമാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ ന്യായമായും കരുതുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി, നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി, ദേശീയതയുടെ വിജയത്തിന് വേണ്ടി, ധർമ്മത്തിൻ്റെ വിജയത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കുറച്ചും കൂടി വേഗത്തിലാക്കേണ്ടതുണ്ട്. ഇതൊരു ചരിത്രപരമായ കാര്യമാണ്. നമ്മളൊരു ചരിത്ര നിർമ്മിതിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മളൊരു വിജയ സൗധത്തിൻ്റെ നിർമ്മാണത്തിലാണ് ഇരിക്കുന്നത്. അവിടെ ഗുരുവായൂർ ക്ഷേത്രം ഇന്നിപ്പോൾ വിശ്വവ്യാപകമായി ഗുരുവായൂർ ക്ഷേത്രത്തിന് ഒരു കീർത്തിയുണ്ട്, ആഗോള കീർത്തിയുണ്ട്. ഗുരുവായൂർ ക്ഷേത്രം ആദ്യകാലത്ത് പണിത ആളുകൾക്ക് അറിയാമായിരുന്നോ എന്നറിയില്ല. ഞങ്ങൾ ഇത്രയും വിശ്രുതമായൊരു മഹാസംഗീതത്തിൻ്റെ നിർമ്മാണത്തിലാണ് എന്ന്. അതിൻ്റെ കല്ല് വെച്ചവർക്കും അതിൻ്റെ ആശാരിപ്പണിയെടുത്തവർക്കും മേസ്ത്രിമാർക്കും അതിൻ്റെ അങ്ങനെയുള്ള കൊത്തുവേലകൾ ചെയ്തവർക്കൊക്കെ ചിലപ്പോൾ അതറിഞ്ഞുകൊണ്ടായിരിക്കണം അവരാ വേല ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രം ലോകപ്രസിദ്ധമായി മാറിയിരിക്കുകയാണ്. എന്നതുപോലെ നാളെ നടക്കുന്ന ഈ പ്രവർത്തനം വിജയസ്ഫൂർത്തി അണിഞ്ഞാൽ നാളെ ഈ കേരളത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ തിരിക്കുറ്റിയായി, പ്രഭവ കേന്ദ്രമായി ഈ തൃശ്ശൂരിലെ വിജയമാണ് മാറാൻ പോകുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ നടത്തുന്ന ഓരോ പ്രവർത്തനവും, ശ്രദ്ധാപൂർവം നടത്തുന്ന ഓരോ പ്രവർത്തനവും നാളത്തെ കേരളത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. അതിൻ്റെ ആധാരശിലയായാണ് നമ്മൾ മാറേണ്ടത്. തീർച്ചയായും ആളുകളുടെ മനസ്സിലൊരു മാറ്റം വരണം, അതാണ് കാര്യം. മാറാൻ ആളുകൾ തയ്യാറാണ്. നേരത്തെ പോലത്തെ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന മുട്ടാപ്പോക്ക് വാശിയൊന്നും പഴയതുപോലെ ഇപ്പോഴില്ല. അല്പൊരയവൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതും കാര്യമുണ്ട്. നമുക്കിപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ നേരത്തെ വരേണ്ടതായിരുന്നു എന്നൊക്കെ ആളുകൾക്ക് പറയാൻ ധൈര്യം വരുന്നുണ്ട്. ചിലരല്പം മെല്ലെയാണ് പറയുന്നത് എന്നേ ഉള്ളൂ. വലിയ നിലയിലുള്ള സ്വീകാര്യത ഇപ്പോൾ വീടുകളിൽ കിട്ടുന്നുണ്ട്. നമ്മളത് നന്നായി തന്നെ പ്രയോജനപ്പെടുത്തണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ മാറ്റം നമ്മുടെ രാജ്യത്തിന് വരുത്തിയ ഗുണപരമായ ആ മാറ്റം നിലനിർത്തി ഉത്തരോത്തരം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വൈഭവത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനം നമുക്ക് തുടരേണ്ടതുണ്ട്. പഴയ കാലത്തൊക്കെ നമ്മുടെ ഈ കോൺഗ്രസ്സൊക്കെ, ഒരു കാലത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നുള്ളതെല്ലാം നമ്മൾ കേട്ടതാണ്. പഴയ കാലത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു വിശ്വാസ്യതയും അതിന് സ്വാതന്ത്ര്യ സമര കാലത്തൊക്കെ ഉണ്ടായ ഒരു സ്വീകാര്യതയൊക്കെ ഉണ്ട്. ഗാന്ധിജി, അദ്ദേഹത്തിൻ്റെ തൂവെള്ള വസ്ത്രം, അല്ലെ ഗാന്ധി തൊപ്പി, അതൊക്കെ എത്രമാത്രം ആദരണീയമായിരുന്നു ഒരു കാലത്ത് എന്നുള്ളത് നമ്മൾ
നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ വായിച്ചും കേട്ടുമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പഴയ തലമുറ വളരെ ആദരവോടുകൂടിയാണ് അതിനെയൊക്കെ കണ്ടിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ എന്താണ് എന്നുള്ളതും നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. അവരെവിടെ വരെ എത്തിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച്. ഒരിക്കലും ട്രെയിനിൽ ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. അത് ആലങ്കാരികമായി അല്ലെങ്കിൽ ഒരു സാന്ദർഭികമായി ഞാനത് ഓർമ്മിച്ചു പോവുകയാണ്. ഒരു സ്ത്രീ അവരുടെ പേഴ്സിൽ നിന്ന് ഒരു 100 രൂപ കൊടുത്തിട്ട് ഒരു 2 പേക്ക് ബിസ്ക്കറ്റ് വാങ്ങുമെന്ന് വെച്ചു. അയാളുടെ സന്തോഷത്തോടെ അത് മേടിച്ചും പരതുന്നുണ്ട്. അപ്പൊ ഈ സ്ത്രീ ഇങ്ങനെ അവരിങ്ങനെ നേരത്തെ ഈ ഗാന്ധി തൊപ്പിയെ പ്രശംസിച്ച അതേ സ്ത്രീ തന്നെ 10-25 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വേറൊരു രംഗത്ത് നിൽക്കുകയാണ്. അപ്പൊ അവിടെ ഒരു സീറ്റിൽ ഗാന്ധി തൊപ്പി വെച്ചാൽ അവിടെ നിന്നും കാണുന്നില്ല. അപ്പോൾ ആ സ്ത്രീ വളരെ ആത്മവിശ്വാസത്തോട് കൂടെ പറഞ്ഞു, നിങ്ങൾ ആ തൊപ്പി പൊക്കി വെക്കുക, ചിലപ്പോൾ പേഴ്സ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. ബാക്കിയുള്ളവരൊക്കെ പേടിച്ചു. അപ്പോൾ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ധൈര്യത്തിൽ പൊക്കി നോക്കുന്നു. ഇയാൾ മിണ്ടാതെ ഇരിക്കുകയാണ്. ഏതോ ഒരു ചെക്കൻ പോയിട്ട് പൊത്തി നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് പേഴ്സ് കാണുന്നു. ഇത് അതേ സ്ത്രീ തന്നെയായിരുന്നു. അപ്പൊ എന്താ നിങ്ങളുടെ ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണ്? അന്നേരം അവർ പറഞ്ഞു, ആ ഗാന്ധി തൊപ്പിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതാണെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു. അത് അവിടെ തന്നെ ആയിരിക്കും ആ പൈസ ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കി. നാട്ടിലെ കോൺഗ്രസ്സുകാർ കണ്ടിട്ട് മനസ്സിലാക്കിയതാണ് എന്നവർ പറയണ്ടേ. അപ്പൊ അതുകൊണ്ട് കാലം വരുത്തിയ മാറ്റമാണ്, വിശ്വാസ തകർച്ചയാണ്. അത് തന്നെയാണ് കോൺഗ്രസിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനം വളരെ സുവിദിതമാണ്. നരേന്ദ്രമോദി പറഞ്ഞത്, ഞാൻ ഈ രാജ്യത്തിന്റെ ₹1 മോഷ്ടിക്കില്ല. ഒരു കാര്യവും കൂടിയുണ്ട്, വേറൊരാളെയും മോഷ്ടിക്കാൻ സമ്മതിക്കുകയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം 10 വർഷമായിട്ട് അതിങ്ങനെ തുടരുകയാണ്. ആരോപണം പോലും, അഴിമതി ആരോപണം പോലും ഈ സർക്കാരിനെയും മന്ത്രിമാർക്കും എതിരായിട്ട് ഉന്നയിക്കാൻ നമ്മുടെ നാട്ടിലുള്ള പത്രമാധ്യമങ്ങളൊക്കെ എന്തൊക്കെ ശ്രമം നടത്തും. അവർ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടും ഒരു അഴിമതി ആരോപണം കിട്ടിയില്ല. ബാക്കിയുള്ളവരുടെയൊക്കെ പുറകെ ഈ ഇടി ഇങ്ങനെ ഓടുകയാണ്. അപ്പൊ അത് ചില ആളുകൾ ഇപ്പൊ പറയുന്നുണ്ട്, എന്താ ഞങ്ങളുടെ പുറകെ മാത്രം ഇടി ഓടുന്നത്, അവരുടെ പുറകെ എന്താ ഓടാത്തത്? അവരുടെ പുറകെ ഒരു അഴിമതി ആരോപണോ അന്വേഷണോ എന്ന് നടത്തണമെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയണ്ടേ, നിങ്ങൾ കട്ടു അല്ലെങ്കിൽ നിങ്ങൾ കക്കാൻ ശ്രമിച്ചു എന്ന് ആരെങ്കിലും പറയണ്ടേ? അല്ലാതെ വെറുതെ ഇടി ഓടാൻ പറ്റും. അപ്പൊ അത് സത്യസന്ധമായി നമ്മൾ വിലയിരുത്തുമ്പോൾ അഴിമതിക്കെതിരായിട്ട് നടന്ന വലിയൊരു സമരത്തിന്റെ നടുവിൽ പ്രസവവേദനയോടുകൂടി പ്രസവിച്ച പാർട്ടിയാണ് ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. അത് അണ്ണാ ഹസാരിയെ പോലുള്ള ആളുകൾ ഉണ്ടാക്കിയ അന്തരീക്ഷത്തിന്റെ ഒരു സൃഷ്ടിയാണത്. അങ്ങനെയാണ് ഈ കുട്ടിയെ പ്രസവിച്ചത്. ആം ആദ്മി 10 കൊല്ലം ആകുമ്പോഴത്തേക്ക് അതിന്റെ തലതൊട്ടപ്പിനുമ്പ് ജയിലിൽ കിടക്കുകയാണ്. മദ്യനയത്തിൽ 100 കോടി വാങ്ങിയെന്ന് വ്യക്തമായതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നോക്കണം. കോൺഗ്രസ് ഒക്കെ 100 കൊല്ലം എടുത്തു ഇങ്ങനെയാവാൻ. പക്ഷെ ഇപ്പോഴത്തെ ന്യൂജൻ അഴിമതി വിരുദ്ധ പാർട്ടികളൊക്കെ അത് എത്ര പെട്ടെന്നാണ് വഷളായി പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. പക്ഷേ നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം, നമുക്ക് ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടതില്ല. ഈ 10 കൊല്ലത്തിനിടയിൽ ആളുകളുടെ മുമ്പിൽ പോകുമ്പോൾ തലകുനിച്ച് പോകേണ്ട ഒരു സാഹചര്യം ഇവരാരും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിവിടെ മത്സരിക്കുന്ന ചില ആളുകളൊക്കെ ഒരു 1000 കോടി റുപ്യയുടെ ആസ്തിയുള്ള ഒരു ബാങ്ക് ഈ കൂട്ടത്തിൽ ഒരാൾ ഏൽപ്പിച്ചു. കരുവന്നൂരിൽ 1000 കോടി ആസ്തിയുള്ള ബാങ്ക് ഏൽപ്പിച്ചപ്പോൾ 345 കോടി റുപ്യയാണ് അടിച്ചു മാറ്റിയത്. അങ്ങനെയുള്ള ആളുകളെ ഇന്ത്യ രാജ്യം മറ്റോ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്ത് 5ാമത്തെ സാമ്പത്തിക ശക്തി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് വെറുതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാവില്ല. അത് ഒരു ബാങ്കിന്റെ കാര്യം മാത്രമല്ല, കേരളത്തിൽ മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അധികാരം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്നാണ്. മുഖ്യമന്ത്രിയുടെ മോൾക്ക് എല്ലാ മാസവും 10 ലക്ഷം റുപ്യ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുക. എന്തിന്? അവരുടെ ഓഫീസിൽ ഒരു കമ്പ്യൂട്ടർ നന്നാക്കുന്നതിന്റെ പൈസയായിട്ട്. കമ്പ്യൂട്ടറിന്റെ വില അന്വേഷിച്ച് നോക്കുമ്പോൾ 35,000 റുപ്യാണ്. 35,000 റുപ്യയുടെ കമ്പ്യൂട്ടർ അത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ തകരാറ് മാറ്റാൻ വേണ്ടിയിട്ട് മാസം 10 ലക്ഷം റുപ്യ ചെലവാണെങ്കിൽ അതെന്തൊരു കമ്പ്യൂട്ടറാണ്, എന്തൊരു പണിയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുകയാണ്. ആ പൈസ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലക്കാണ്. അങ്ങനെ ഒരു കമ്പനിയല്ല, 12 കമ്പനികൾ കൊടുത്തതിനെ കുറിച്ച് ഇപ്പോൾ ഇഡി അന്വേഷണം നടത്തുന്നു. ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പ്രളയത്തിൽ പോയ ആളുകൾക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ട് 19 കോടി റുപ്യ വിദേശത്തുള്ള ഒരു സേവന സന്നദ്ധ സംഘടന കൊടുക്കുകയാണ് കേരള ഗവൺമെന്റിനെ ഏൽപ്പിക്കാൻ. 19 കോടി. പാവപ്പെട്ടവർ വീടൊളിച്ചുപോയവർക്ക് വീടെടുത്ത് കൊടുക്കാനാണ്. ആ 19 കോടിയിൽ 11 കോടി റുപ്യ ഇവർ അടിച്ചു മാറ്റി.
19ൽ 50% അടിച്ചു മാറ്റുന്ന ന്യായമാണ്. അതിനപ്പുറത്തേക്കൊക്കെ പോകാന്ന് പറഞ്ഞാൽ എന്തൊരു കൊള്ളയാണ് ഇവർ നടക്കുന്നത്. പക്ഷെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഒരിക്കൽ രാജീവ് ഗാന്ധി പറയുണ്ടായി, ഡൽഹിയിൽ നിന്ന് 1 രൂപ പുറപ്പെട്ടാൽ നിങ്ങളുടെ ഗ്രാമത്തിലെത്തുമ്പോൾ അത് 15 പൈസയാണ്. അതായിരുന്നു ഒന്നാമത്തെ അവസ്ഥ. ബാക്കി 55 പൈസ എല്ലാം സ്വാഹിയാക്കുന്ന പ്രധാനമന്ത്രി തന്നെ പറയുന്നുള്ളൂ. അയാളുടെ പാർട്ടിക്കാർ ചെയ്യുന്ന കാര്യം അയാൾ തന്നെ പറയുന്നു. അതായിരുന്നു അവസ്ഥ. ഞാൻ വെറുതെ ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കിട്ടുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? ഒന്ന് കൈയോർത്താണ്. ഉണ്ടോ? നിങ്ങൾക്ക് എത്ര കിട്ടുന്നത് ഒരു ഗഡു? 2000. ഡൽഹിയിൽ നിന്ന് അയക്കുന്നതും 2000 തന്നെ. അവിടുന്ന് 2000 അയക്കുന്ന കൃത്യം നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതും 2000 തന്നെ. രാജീവ് ഗാന്ധി പറഞ്ഞ കണക്കിനാണെങ്കിൽ എത്രയും എത്തണ്ടു? 1 റുപ്യ വിട്ട 15 പൈസ എത്തുമെന്ന് പറഞ്ഞാൽ 2000 അയച്ചാൽ എത്രയും കിട്ടുമായിരുന്നു? ഇന്ന് അയക്കുന്ന പൈസ കൃത്യമായിട്ട് എത്തുന്നുണ്ട്. കാരണം ഇടത്തട്ടിൽ ഉള്ളവർ സ്വാഹയാക്കുന്ന പരിപാടി ഇപ്പം ഇല്ല, നേരിട്ട് എത്തിക്കുകയാണ്. അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങനെ നിരവധി സംവിധാനങ്ങളുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അതൊക്കെ നേരത്തെ കുറേ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവും തന്നെയാണ്. അപ്പൊ ഇതാണ് മാറ്റം. നമ്മുടെ രാജ്യം അത് അഭിമാനകരമായ ഒരു സാമ്പത്തിക സ്ഥിതിയിലെത്തിയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പോലെ അവിടെ ഇവിടെയും വന്നിട്ട് ബോംബ് പൊട്ടിച്ച് ആളുകളെ കൊന്നൊടുക്കുന്ന ഭീകര രാഷ്ട്രീയം ഇപ്പം നടക്കുന്നില്ല. ഭീകരന്മാർ വരുന്നില്ല എന്നൊന്നല്ല, അത് ജിഹാദീസ് ഉള്ളിടത്തോളം കാലം, ആക്രാമിക ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ മതമനോഭാവം ഉള്ളിടത്തോളം കാലം അത് തുടരുക തന്നെ. പക്ഷെ പാകിസ്ഥാനിൽ ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മുടെ ബോർഡറിൽ വെച്ച് തന്നെ കയറിയെടുത്ത് തന്നെ തീരുന്നുണ്ട്. അതിനിപ്പുറത്തേക്ക് കാശ്മീരിന്റെ ഇപ്പുറത്തേക്ക് വരാൻ സമ്മതിക്കാത്ത ഒരു നട്ടലുള്ള ഭരണകൂടം ഇവിടെയുള്ളത് കൊണ്ട് ആ സ്ഫോടനം രാജ്യവ്യാപകമായി നടക്കാത്തത്. വരാത്തതുകൊണ്ടല്ല, വന്നിടത്ത് വെച്ച് തീർക്കുന്ന നിശ്ചയദാർഢ്യം ഉള്ളതുകൊണ്ടാണ്. ഇവിടെ ഇപ്പുറത്ത് കലാപുണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾ അവരെല്ലാം ഇപ്പോൾ തീഹാർ ജയിലിലാണ് ഉള്ളത്. ഇവിടെ നമ്മുടെയൊക്കെ വീടിന്റെ മുമ്പിൽ വന്നിട്ടും വെല്ലുവിളിച്ച ആളുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ കുന്തിരിക്കം വാങ്ങിവെച്ചോ, അവരും മലരും വാങ്ങിവെച്ചോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കഥ കഴിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ കൂട്ടിക്കെട്ടാനുള്ള നിശ്ചയദാർഢ്യം ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് അതുണ്ടായത്. അങ്ങനെ ആഭ്യന്തര സുരക്ഷിതത്വം, ക്രമസമാധാന നില അതൊക്കെ ഭദ്രമാക്കാൻ സാധിച്ചു. നമ്മുടെ സൈന്യം കരുത്തോടുകൂടി നമ്മുടെ രാഷ്ട്രത്തിന്റെ അതിർത്തികളെ സംരക്ഷിക്കുന്നു. നിരവധി മാറ്റങ്ങളുണ്ട്. എല്ലാ വീടുകളിലും അടിസ്ഥാന സൗകര്യം ഒരുക്കാനുള്ള പ്രവർത്തനം നടക്കുകയാണ്. അതിന്റെ വൈപുല്യമാണ് ഇനിയുള്ളത്. നമ്മുടെ രാജ്യത്ത് ഈ ഒരു മാറ്റം നിലനിർത്താൻ വേണ്ടി ആണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടികയിലുള്ള മുഴുവൻ ആളുകളും വോട്ട് ചെയ്യുന്ന സമയത്ത് അത് വിവേചനത്തോടുകൂടി നമ്മുടെ രാഷ്ട്രത്തിന് ഹിതകരമായ രീതിയിൽ വിനിയോഗിക്കുക. നമ്മുടെ പ്രധാനമന്ത്രി 3-4 തവണ തൃശ്ശൂർ വന്നു. 3-4 തവണയ്ക്ക് അദ്ദേഹം തൃശ്ശൂർ വരണമെങ്കിൽ അദ്ദേഹം വെറുതെ വരില്ലല്ലോ. നമ്മളോട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വരികയാണ്, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം 3-4 തവണ വരുമ്പോൾ അദ്ദേഹം ആർക്കു വേണ്ടിയാണോ വരുന്നത്? അയാൾക്ക് വേണ്ടി നമ്മളൊരു 3-4 തവണയെങ്കിലും നമ്മുടെ നാട്ടിലെ വീടുകൾ കയറിയിട്ട് വോട്ട് അഭ്യർത്ഥിക്കണം. ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഈ രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. ഒരു സംശയമില്ല. നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വാരാണസിയിലെ റിസൾട്ട് എന്തായി എന്ന് നോക്കുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കുന്നത് തൃശ്ശൂരിലെ റിസൾട്ട് എന്തായിരിക്കുന്നു. വാരാണസിയിൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം 4,95,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. ഇപ്രാവശ്യം എതിരാളികൾക്ക് വോട്ടെന്തെങ്കിലും ഉണ്ടോയെന്നേ നോക്കേണ്ട കാര്യമുള്ളൂ. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയാണ്? 6 ലക്ഷമാണോ 7 ലക്ഷമാണോ എന്നേ നോക്കേണ്ടത്. പക്ഷെ അദ്ദേഹം തീർച്ചയായും ശ്രദ്ധിക്കുന്ന ഒരു നിയോജകമണ്ഡലം അത് തൃശ്ശൂരാണ്. അപ്പോൾ അത് നമ്മളെന്നാ റിസൾട്ട് വരുമ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ റിസൾട്ട് ഇങ്ങനെ വരും. എന്തായിരിക്കണം ആ റിസൾട്ട് എന്നുള്ളത് നമ്മളിപ്പോൾ മനസ്സിൽ കാണണം, നമ്മൾ സ്വപ്നം കാണണം. നമ്മൾ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ ആദ്യം അത് മനോഹരമായി സ്വപ്നം കാണണമെന്നാണ്. കണ്ടത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിക്കണം, നന്നായി പ്രവർത്തിക്കണം. ഇന്നതിനടുത്ത സാഹചര്യമാണ്. ആ സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നമുക്കെല്ലാവർക്കും അഭിമാനത്തോടുകൂടി ആരുടെ മുമ്പിലും വെക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. നമ്മുടെ സ്ഥാനാർത്ഥിയെ ഒരു തട്ടിൽ ഇരുത്തിയിട്ട് ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും അപ്പുറത്തെ തട്ടിൽ ഇരുത്തിയാലും നമ്മുടെ സ്ഥാനാർത്ഥിയുടെ തട്ട് താഴ്ന്നു തന്നെ നിൽക്കും, എന്തിന്റെ പേരിലായാലും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ സമർപ്പണവും ത്യാഗവും, അദ്ദേഹത്തിന്റെ ജനസേവന വ്യഗ്രതയും സേവന തൽപരതയും അതിനെ സംബന്ധിച്ചൊന്നും എതിരാളികൾ പോലും അഭിപ്രായ വ്യത്യാസമില്ല. അവരെതിർക്കുന്നുണ്ട്, അത് രാഷ്ട്രീയമാണ്.
സുരേഷ് ഗോപിയുടെ മനുഷ്യത്വപരമായ നിലപാടിനെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ ത്യാഗത്തിനെക്കുറിച്ചോ സമർപ്പണത്തിനെക്കുറിച്ചോ ആർക്കും എതിരഭിപ്രായമില്ല. രാഷ്ട്രീയമായ എതിരഭിപ്രായം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അദ്ദേഹം ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ തവണ ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് ഇതിലൂടെ അങ്ങ് പോയി. അപ്പോഴത്തേക്ക് 1.5 ലക്ഷം വോട്ട് അദ്ദേഹത്തിന് കൂട്ടാൻ സാധിച്ചു. ഇപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നല്ല പ്രവർത്തനം ചിട്ടയായി നടക്കുന്നുണ്ട്. തീർച്ചയായും മാറ്റുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അഭിപ്രായ സർവേ വിദഗ്ധന്മാരും അതുപോലുള്ള ആളുകളൊക്കെ അവരുടെ ആഗ്രഹമനുസരിച്ച് കപോല കൽപ്പിതമായി പല സർവേകളൊക്കെ നടത്തിയിട്ട് വേറെ ആരെങ്കിലും മുമ്പിലാന്നൊക്കെ കാണിക്കാൻ വേണ്ടി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തും. അവർ വിചാരിക്കുന്നത് ജാഥയിൽ പോകുന്ന ആളുകളെല്ലാം ആ ജാഥയിൽ പോയ ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്നതാണ്. ജാഥയിൽ പോകുന്ന ആളുകൾ ജാഥയിൽ പോകും. വോട്ട് ചെയ്യേണ്ട ആള് തെരഞ്ഞെടുപ്പ് ദിവസം സുരേഷ് ഗോപിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ നിയോജകമണ്ഡലം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് അനുസൃതമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തണം. വെറുതെ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല, പ്രവർത്തിക്കണം. നമ്മുടെ എല്ലാ ബന്ധങ്ങളും, നമ്മുടെ എല്ലാ സ്വാധീനവും, നമ്മുടെ എല്ലാ സമയവും ഇനിയുള്ള ദിവസങ്ങളിൽ അതിനുവേണ്ടി മാറ്റിവെക്കുക. മാറ്റമെന്നത് ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വരുന്നതല്ല. ആഗ്രഹങ്ങൾ കുതിരകളെ പോലെയാണ്, അത് വേഗത്തിൽ പറക്കും. അതിനൊത്ത് നമ്മുടെ പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ മാറ്റം നമ്മുടെ കണ്ണാലെ കണ്ടുകൊണ്ട് ഈ മാറ്റം വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ബംഗാൾ മാറിയിട്ടുണ്ട്, ത്രിപുര മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറയുകയാണ് കേരളം അങ്ങനെ മാറുമൊന്നുമില്ല, കേരളത്തിൽ BJP ജയിക്കാതിരിക്കാനുള്ള എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്യും എന്നാണ് അവര് ഇപ്പൊ പറയുന്നത്. അതൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ ആളുകളുടെ മുമ്പിൽ തന്നെ ഈ തൃശ്ശൂരിൽ ദേശീയ ശക്തിയുടെ വിജയം ഉറപ്പുവരുത്തക്ക രീതിയിലുള്ള അത്യുജ്വലമായ ഒരു പ്രവർത്തനം ഇനിയുള്ള ദിവസങ്ങളിൽ നടത്താൻ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഇറങ്ങണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെയും വോട്ട് ഉറപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അയൽപക്കത്തെ വോട്ടുകൾ ഉറപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബൂത്തിൽ അവരവരുടെ ബൂത്തിൽ ജയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതൊരു വാശിയായിരിക്കണം. സ്വന്തം ബൂത്തിൽ ജയിക്കുക എന്നുള്ളത് അതിനുവേണ്ടി മരിച്ചു പണിയെടുക്കണം. അതിനുവേണ്ടി ഓരോരുത്തരും സാധിക്കുന്നതെല്ലാം നമ്മൾ ചെയ്യേണ്ടതുകൊണ്ട് ഇതൊരു യുദ്ധമാണ്. യുദ്ധത്തിൽ ജയം അനിവാര്യമാണ്. യുദ്ധത്തിൽ ജയം മാത്രമാണ് അവസാനം നോക്കുക. ഇത് ധർമ്മത്തെ രക്ഷിക്കാനുള്ള യുദ്ധമാണ്, ജനാധിപത്യത്തിലെ യുദ്ധമാണ്. അതുകൊണ്ട് യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏത് മാർഗവും സ്വീകാര്യമാണ്. ധർമ്മത്തിനു വേണ്ടിയാണ് ഈ പോരാട്ടം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മം നിർവഹിക്കാൻ വേണ്ടി തയ്യാറാകണം. ആബാലവൃദ്ധമാളുകളും ഒരുമിച്ചിറങ്ങി ഈ മഹായുദ്ധത്തിൽ, ധർമ്മയുദ്ധത്തിൽ അണിചേർന്ന് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയ തിലകമണിയിക്കാൻ വേണ്ടി അഹോരാത്രം അഹമഹമികയ പരിശ്രമിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നമസ്കാരം.